പ്രാവർത്തിച്ചാക്കട്ടെ. SYSന്റെ പ്രവർത്തകരോടൊരു വാക്ക്, SSFന്റെ പ്രവർത്തകരോടൊരു വാക്ക്. ഈ ആയത്തിന്റെ ബാക്കി വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ നല്ലത് ചെയ്യണേ, നിങ്ങൾ വിജയികളാകും. ഇത് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ അല്ലാഹ് പറയുന്നു വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. അല്ലാഹുവിന്റെ വഴിയിൽ നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തണം. ഈ പരിപാടി നടത്താൻ നിങ്ങൾ എത്രയും അധ്വാനിച്ചത്, എത്ര മുഹമ്മദ് മുസ്ലിയാർ വിളിച്ചത്. അധ്വാനിക്കണം, കഠിനമായ പരിശ്രമം നടത്തണം. എന്നിട്ട് അല്ലാഹ് പറയുന്നു ഹുവജിത്തബാക്കും. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകരായി നിങ്ങളെ അല്ലാഹ് തെരഞ്ഞെടുത്തതാണ്. അല്ലാഹ് തെരഞ്ഞെടുത്തതാണ്. നിങ്ങൾ കഠിനമായ പരിശ്രമം നടത്തണം. സുന്നത്ത് ജമാഅത്ത് പറയാൻ SYS ഉള്ളൂ, SSF ഉള്ളൂ. താജുൽ ഉലമാ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരേ ഉള്ളൂ. മറ്റുള്ളവർക്കും നമുക്കും സഹകരിച്ചുകൊണ്ട് ദീനിന്റെ പ്രവർത്തനത്തിനുള്ള വഴി തുറക്കട്ടെ. ഓ മുസ്ലിമീങ്ങളെ, തമ്മിൽ നിങ്ങൾ ഭിന്നിക്കരുത്. സുന്നത്ത് ജമാഅത്ത് ഒന്നിച്ച് ശക്തിപ്പെടണം, ഭിന്നിച്ച് നശിക്കരുത്. എല്ലാ സുന്നികളോടും ഞാൻ പറയുന്നു, SYSഉം SSFഉം അംഗീകരിക്കാത്ത സുന്നത്ത് ജമാഅത്തുകാരോടും പറയുന്നു, നമ്മൾ ഭിന്നിച്ച് നശിക്കരുത്, ഒന്നിച്ച് ശക്തിപ്പെടണം. അല്ലാഹുവിന്റെ ദീൻ ഇഞ്ചിഞ്ചായി മുറിച്ച് നശിപ്പിക്കുമ്പോ നമ്മൾ ഒരിക്കലും തന്നെ ദീന് നശിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കരുത്. നമ്മൾ ഒന്നിച്ച് ശക്തിപ്പെടണം. അല്ലാഹ് പറയുന്നത് കണ്ടോ, ഓ മുഅ്മിനീങ്ങളെ, വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. കഠിനമായ പരിശ്രമം വേണം. ഹുവജിത്തബാക്കും, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ദീനിൽ ഒരു പ്രയാസവും റബ്ബ് തന്നിട്ടില്ല. അധ്വാനിച്ചോ പ്രതിഫലം കിട്ടും. മില്ലത അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് തുടരണം. ഇബ്രാഹിം നബിക്ക് സ്വന്തം കുടുംബത്തിൽ അനുകൂലിയില്ല, സ്വന്തം പിതൃ സഹോദരൻ അനുകൂലമല്ല, ഭരണാധികാരി അനുകൂലമല്ല, എല്ലാവരും എതിരാണ്. പക്ഷേ ഇബ്രാഹിം നബി പതറുന്നില്ല. മില്ലത്ത അബീക്കും ഇബ്രാഹിം. പടച്ചവന്റെ മേൽ തവക്കുലാക്കി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇബ്രാഹിം നബി സജീവ രംഗത്താണ്. മില്ലത്ത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാകുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. ഈ ഖുർആനിലും മുൻകാല ഗ്രന്ഥങ്ങളിലും മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചവനാണ് അല്ലാഹ്. പടച്ചവന് കീഴ്പ്പെടാനാണ് നമ്മൾ. തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്, വർഗീയവാദിയാകരുത്, മുസ്ലിമായിരിക്കണം നമ്മൾ. പോരാ, റബ്ബ് പറയുന്നില്ല യകൂന റസൂലു സഈദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാണ്, മാതൃകയാണ്. നിങ്ങൾ മറ്റു ജനങ്ങൾക്ക് മാതൃകയാകണം, സാക്ഷിയാകണം. ഫഅഖീമുസ്സലാ. അതുകൊണ്ട് മുറക്ക് നിസ്കാരം നിർവഹിക്കണേ. ശരീരം കൊണ്ടുള്ള ഇബാദത്ത് വേണം. വആത്തുസ്സകാ. സകാത്ത് കൊടുത്തു വീട്ടണേ. പൈസ മുതലിറക്കിയും പ്രവർത്തിക്കണം. വെറും ശരീരം കൊണ്ട് പോരാ, പണവും ചെലവഴിക്കണേ. വഅതസിമൂ ബില്ലാഹ്, വഅതസിമൂ ബില്ലാഹ്. നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട, വലതുപക്ഷം നോക്കണ്ട. നിങ്ങൾ അല്ലാഹനെ മുറുകെ പിടിക്കണം. ഒരിടതും വലതുമല്ല നമ്മളെ ദീന് നിയന്ത്രിക്കുന്നത്, അല്ലാഹയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊടിയും പിടിച്ച് നടക്കാനുള്ളവരല്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ. രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ 100% പ്രവർത്തകരാകണം, സജീവമായ പ്രവർത്തകരാകണം. വഅതസിമൂ ബില്ലാഹ്. ആര് ഭരിച്ചാലും സഹായം റബ്ബിൽ നിന്നാണ്. ആ റബ്ബിനെ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളെ സഹായി. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. അവനേക്കാൾ നല്ല സഹായിയില്ല, അവനേക്കാൾ വലിയ സംരക്ഷകനില്ല. ഏത് നബി മുഖേനയോ, എല്ലാ വലിയ മുഖേനയോ, മലക്ക് മുഖേനയോ, ആര് മുഖേന എന്ത് സഹായം കിട്ടിയാലും അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായമാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി വകാന അല്ലാഹു അലീമൻ ഹകീമാ. ആകാശങ്ങളിലും ഭൂമികളിലും അല്ലാഹുവിന്റെ സൈന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നു.
അല്ലാഹുവിന് സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങൾ മുഖേനയുള്ള സഹായം ലഭിക്കും. ബദരീങ്ങൾ മുഖേന, മലായികത്ത് മുഖേന, മഹാത്മാക്കൾ മുഖേന സഹായം ലഭിക്കും. അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. സഹായിക്കുന്നവൻ അല്ലാഹുവാണ്. അത് ഉറപ്പിച്ച് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹുവേ, സാധുക്കളായ നമ്മൾക്ക് നീ ആഫിയത്ത്